നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ചില്ലി ചിക്കനിൽ സോസ് കൂടിയെന്നാരോപിച്ച് തളിക്കുളം ചിക്ക് സിറ്റി ഹോട്ടലിലെ ജീവനക്കാരന് മർദ്ദനം. ജീവനക്കാരൻ ഷാജഹാനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഇയാളെ എങ്ങാണ്ടിയൂരിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തൃപ്രയാർ യൂണിറ്റ് പ്രതിഷേധമറിയിച്ചു. ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റാനുള്ള ആരോഗ്യവകുപ്പിൻ്റെ നീക്കം അവസാനിപ്പിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മഞ്ചേരി യൂണിറ്റ് യോഗം ആവശ്യപ്പെട്ടു. ജനകീയ പങ്കാളിത്തത്തോടെ രാജ്യത്തിന് തന്നെ മാതൃകയായ തരത്തിൽ ഉയർത്തിയെടുത്ത ജനകീയ ആശുപത്രി മറ്റൊരിടത്തേക്ക് മാറ്റിസ്ഥാപിച്ച് പാവപ്പെട്ട രോഗികളെ ദുരിതത്തിലാക്കാനുള്ള നീക്കം അംഗീകരിക്കില്ല. തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന പക്ഷം ശക്തമായ സമരത്തിന് സംഘടന മുന്നോട്ടു പോകുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. ജില്ലാ സെക്രട്ടറി KT രഘു ഉദ്ഘാടനം ചെയ്തു. EK ജെറി അധ്യക്ഷത വഹിച്ചു. ബാബു കരാശ്ശേരി, A പ്രദീപ് കുമാർ, ബാപ്പൂട്ടി മദീന, സമദ് ഫസ്ന, CK സുരേഷ്, ബഷീർ വാരിക്കോടൻ എന്നിവർ പ്രസംഗിച്ചു. ഷാർജയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാകും സംസ്കാരം നടക്കുക. കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരമാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം മൃതദേഹം കൊല്ലത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വൈകിട്ട് 3-ന് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. നിർത്തിയിട്ട കോഴിവണ്ടിക്ക് പിന്നിൽ സ്കൂട്ടറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വെങ്ങര കുറ്റാളൂർ കാപ്പിൽക്കുണ്ടിൽ താമസിക്കുന്ന ഗൗരിപ്രസാദാണ് മരിച്ചത്. മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് 18-കാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിഴിഞ്ഞം വെങ്ങാനൂർ പഞ്ചായത്തിൽ നെല്ലിവിള ഞൊടിഞ്ഞലിൽ ചുരുവിള വീട്ടിൽ അജുവിൻ്റെയും സുനിതയുടെയും മകൾ അനൂഷയാണ് വീടിൻ്റെ 1-ാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അയൽവാസി സ്ത്രീ അസഭ്യം പറഞ്ഞതിൻ്റെ പേരിൽ മനം നൊന്താണ് പെൺകുട്ടി ജീവനൊടുക്കിയെന്നാണ് ആരോപണം. കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിൽ. ഇന്ന് രാവിലെയാണ് സംഭവം. നീലേശ്വരത്തിനും ചെറുവത്തൂരിനുമിടയിൽ ദേശീയപാതയിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വീരമലക്കുന്നിലെ മണ്ണും കല്ലുമാണ് ദേശീയപാതയിലേക്ക് പതിച്ചത്. കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനയാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ക്യൂ കടന്ന് ഡോക്ടറെ കാണാൻ ശ്രമിച്ചയാളെ തടഞ്ഞ 25-കാരിയായ റിസപ്ഷനിസ്റ്റ് നേരിട്ടത് ക്രൂരമായ ആക്രമണം. മഹാരാഷ്ട്രയിലെ കല്യാണിലാണ് സംഭവം. ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കാതെ ക്യൂ കടന്നുപോയ ഗോകുൽ എന്നയാൾ യുവതിയെ ചവിട്ടുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയ്ത വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ ഇയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇവരെ തള്ളിമാറ്റി പ്രതി യുവതിയെ പിടിച്ചു വലിക്കുകയും തറയിലേക്ക് തള്ളിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഒടുവിൽ സംഭവത്തിന് ദൃക്സാക്ഷിയായവർ ഇയാളെ പിടിച്ചുമാറ്റിയ ശേഷമാണ് യുവതിയെ രക്ഷിച്ചത്. യുവതിയുടെ പരാതിയിൽ ഗോകുലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചു. ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം രാജിവെക്കുകയാണെന്ന് രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ പറയുന്നു. രാഷ്ട്രീയ കാരണങ്ങളാണോ രാജിക്ക് പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമല്ല. 2027 വരെ കാലാവധി ഉണ്ടായിരുന്നു. ഇന്നലെ വർഷകാല സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ സജീവമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള സദാനന്ദൻ മാസ്റ്റർ അടക്കം പുതിയ MPമാരുടെ സത്യപ്രതിജ്ഞയ്ക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അകന്നു കഴിയുകയായിരുന്ന ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ 26 വയസ്സുകാരനായ UK സ്വദേശിയായ യുവാവിന് ജീവപര്യന്തം തടവിന് ശിക്ഷ. യുവാവ് കുറഞ്ഞത് 28 വർഷമെങ്കിലും ജയിലിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. UKയിലെ ബ്രാഡ്ഫോർഡിൽ സ്ട്രീറ്റിൽ വെച്ച് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി. UKയിലെ ബേൺലെയിൽ കഴിയുന്ന ഹബീബുർ റഹ്മാനാണ് ശിക്ഷിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.